الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യവും പരസ്യവുമായ വേളകളിലടക്കം ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈനിറയെ സമ്മാനങ്ങളുമായി ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി പരമാവധി പരിശ്രമിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പ്രേരണയും അവസരവും നൽകിയ അനുഗ്രഹീത മാസമാണ് റമദാൻ. ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഇനിയും അടുത്ത വർഷം റമദാൻ വരും, അത് വന്നുകൊണ്ടേയിരിക്കും ലോകാവസാനം വരെ. പക്ഷേ അടുത്ത റമദാനിനെ സ്വീകരിക്കാൻ നമ്മളുണ്ടാകുമോ എന്നതിന് യാതൊരു ഉറപ്പുമില്ല. തീരെ ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ജീവിതം. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബഅദൽ ബാബി മദ്ദാറു. മരണം എന്നത് ഒരു കവാടമാണ്. എല്ലാ ആളുകളും മരണമാകുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. പക്ഷേ തുറക്കപ്പെട്ട വാതിൽ കഴിഞ്ഞാൽ ഏത് വീട്ടിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനാവുക എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉറപ്പുണ്ടാകണം. മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗീയ സുഖാനന്ദങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം
അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പരലോകമോക്ഷവും അവിടെയുള്ള ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസുമാണ്. ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ദിനരാത്രങ്ങളിൽ നമ്മൾ പരിശ്രമിച്ച് പരമാവധി റമദാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്വർഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട, നമ്മുടെ യാത്രയിൽ നമുക്ക് കൂട്ടായി നിൽക്കേണ്ട നമ്മുടെ പാഥേയം തഖ്വയാണ്. നമ്മുടെ ആരാധനാകർമ്മങ്ങളിലൂടെ മുഴുവൻ നമ്മൾ നേടിയെടുത്തത് ഈ തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കരുണാമയനാണ്, ദയാപരനാണ് എന്ന് നോക്കൂ. അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് അകറ്റുവാൻ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ റമദാനിൽ ധാരാളമായി നിന്ന് നമസ്കരിച്ചു, നമ്മൾ പകൽവേളകളിൽ നോമ്പനുഷ്ഠിച്ചു, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ സക്കാത്ത് കൊടുത്തു. അതിനും പുറമെ ധാരാളം ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ നമ്മൾ വർദ്ധിപ്പിച്ചു. നമ്മൾ നോമ്പ് തുറക്കുക മാത്രമല്ല, പലരെയും നമ്മൾ വിളിച്ചു ചേർത്ത് നോമ്പ് തുറപ്പിച്ചു, നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ. കാരണം സിലത്തുർ റഹം എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമായി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി, തൻ്റെ റിസ്ഖിൽ വർധനവ് വല്ലവനും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വയൻസ ലഹു ഫി അസരിഹി, ദീർഘായുസ് വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽ യസിൽ റഹ്മഹു എന്ന റസൂലുള്ളാഹി പറഞ്ഞത്, അവൻ കുടുംബ ബന്ധങ്ങൾ ചാർത്തട്ടെ. റമദാൻ കാലത്തിൽ നമ്മുടെ കുടുംബങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്ന് നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ പള്ളികളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരുമിച്ച് നോമ്പ് തുറന്ന ധന്യധന്യമായ ആ സായാഹ്നങ്ങൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുന്ന സമയങ്ങൾ തന്നെയാണ്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി നമ്മൾ അടുത്ത് ഇടപഴകുകയും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞ പോലെ അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, നമ്മൾ മരിച്ചു പോകുമ്പോൾ അന്ത്യദിനത്തിൽ നമുക്ക് ശുപാർശ പറയാൻ ആരുമില്ലാത്ത നേരത്ത് നമ്മൾ ഓതിയ ഖുർആൻ, നമ്മൾ നോറ്റ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറഞ്ഞു വരുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ഖുർആനിൽ പല സൂറകളുമുണ്ട്, എന്നാൽ ചില സൂറകളെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉ വസ്ഹറാവൈൻ എന്നാണ്. പ്രശോഭിതങ്ങളായ 2 സൂറകൾ നിങ്ങൾ പാരായണം ചെയ്യൂ. അത് ഏതൊക്കെയാണെന്നോ, അൽ ബഖറ വ ആലി ഇംറാൻ. ഖുർആനിലെ ആദ്യത്തെ 2 വലിയ സൂറകളാണിതെല്ലാം. അത് നിങ്ങൾ പാരായണം ചെയ്യൂ. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നമാ ഗമാമത്താനി ഔ ഗയായത്താനി. ആ 2 സൂറകളും നിങ്ങൾക്ക് അന്ത്യദിനത്തിൽ തണൽ വിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടി അത് ശുപാർശ പറയും. അത് മേഘങ്ങളെ ആയിരിക്കും, കാർമേഘങ്ങളെ പോലെ നിങ്ങൾക്ക് തണലിട്ട് വരും. ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സവാഫി, ചിറക് വിടർത്തി പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ പോലെ നിങ്ങൾക്ക് അന്ത്യദിനത്തിൽ അത് തണലേകി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വിശ്വാസികളായ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് അതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നമ്മൾ നമസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുമ്പോൾ വരെ, ഒരു വിശ്വാസി ഒദു ചെയ്യുന്നതിലൂടെ വരെ എത്ര പ്രതിഫലമാണ് അവന് കിട്ടുന്നതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒദു ചെയ്യുക, ഒദു എടുക്കുക എന്നുള്ള ഒരു ഇബാദത്താണ്. നമസ്കാരം ഒരു ഇബാദത്താണ്. നമസ്കാരമാകുന്ന ഇബാദത്ത് പൂർണ്ണമാകണമെങ്കിൽ ഒദു എന്ന ഇബാദത്ത് നമ്മൾ നിർവഹിക്കണം. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. നിസ്കാരം അത് നിർബന്ധമാണ്. അത് വീടണമെങ്കിൽ എന്ത് വേണം? ശരിക്ക് നമ്മുടെ ഒളുവും നന്നാകണം. എന്നാൽ ഒരു ഒളു എടുക്കുന്നതിലൂടെ വരെ മൻ തവല്ല, ഒരാൾ ഒരു ഒളു എടുത്താൽ ഫഅഹ്സനൽ വുദു, അയാൾ നന്നായി ആ ഒളു എടുക്കുകയാണെങ്കിൽ ഒളുവിൻ്റെ അവയവങ്ങളൊക്കെ കയറ്റി കഴുകി ശരിക്ക് കഴുകി
അങ്ങനെ ഒരാൾ പൂർത്തിയാക്കി വുദു എടുക്കുകയാണെങ്കിൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി റവാഹു മുസ്ലിം. അവന്റെ കൊച്ചു ദോഷങ്ങളെയൊക്കെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളെ അല്ലാഹു നീക്കം ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെ പോലെ നമ്മുടെ ശരീരത്തെയും അല്ലാഹു പരിശുദ്ധമാക്കുകയാണ്. വുദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന ഒരു ആരാധനയാണ് എങ്കിൽ നമ്മുടെ മനസ്സുകൂടി പാപവിമുക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ റസൂൽ പറഞ്ഞു, അലാ അദുല്ലുക് അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. റസൂൽ എന്നിട്ട് പറഞ്ഞത് ആദ്യമായ സൗമു ജുന്ന, നോമ്പ്, അത് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് തടയുന്നൊരു പരിചയാണ്. വസ്വദഖ, അതേപോലെ തന്നെ ധർമ്മം, തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉൻ നാർ എന്നാണ്. നിങ്ങളുടെ പാപങ്ങളെയൊക്കെ അതില്ലാതാക്കും, ഏതുപോലെയെന്നോ വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ. മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് തുത്ഫിഉ ഗളബർ റബ്ബി കമാ യുത്ഫിഉൽ ഉൽമാ അന്നാർ എന്നാണ്. അള്ളാഹുവിന്റെ കോപത്തെ അത് കെടുത്തിക്കളയും, വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകുന്ന പോലെ. അങ്ങനെ ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ ഈ സമയങ്ങളിൽ നമുക്ക് കഴിഞ്ഞു. സർവോപരി പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സുമായിട്ടാണ് വിശ്വാസി ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ കഴിഞ്ഞുകൂടുന്നത്. പ്രാർത്ഥനയ്ക്ക് വരെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും അതേപോലെ തന്നെ അള്ളാഹു ഉത്തരവും നൽകുന്ന സന്ദർഭങ്ങളിൽ ഈ റമദാനിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദ്, ദുരിത സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വൽ കർബ്, നിങ്ങൾക്ക് വിപത്തൊക്കെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ദുആ ഇറക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ട് ഉത്തരം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യുക്സിറു ദുആ ഫിർ റഖാ എന്നാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാത്ത സന്ദർഭത്തിലും നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. സ്വാഭാവികമായി മനുഷ്യന്മാര് ഇടങ്ങേറുണ്ടാകുമ്പോൾ പടച്ചോന്റെ നേരെ മനസ്സ് തിരിക്കുകയും അവന്റെ നേരെ കൈകൾ ഉയർത്തുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഇടങ്ങേറില്ലാതെ നല്ല സൗകര്യം സുഖമൊക്കെ ആകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കുറച്ച് കുറവ് വരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഗസയിലെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എത്രയാണെന്ന്. തുല്യതയില്ലാത്ത കണക്കറ്റ ദുരിതക്കയങ്ങളിലൂടെയാണ് അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നോമ്പുണ്ട്, അവർക്ക് ഖിയാമുൽ ലൈലുണ്ട്, അവർക്കും അവരുടെ സ്വത്തിനുള്ള സക്കാത്ത് അവർ കണക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട്. അവർക്കിടയിൽ അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട്. തങ്ങൾക്ക് വിശന്നാൽ കിട്ടുന്ന ഒരു റൊട്ടി അത് മുറിച്ച് വീതം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതക്ക കൊടുക്കുന്നത് നമ്മൾ ലൈവായി കാണുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര ദുരിതത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. പലപ്പോഴും അത്താഴത്തിനൊന്നും കഴിക്കാനില്ലാതെ പച്ചവെള്ളം അത്താഴമായി സ്വീകരിച്ചുകൊണ്ടാണ് പകൽ മുഴുവൻ അവർ നോമ്പ് നോറ്റ് പൂർത്തിയാക്കുന്നത്. ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെയും പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ അവസ്ഥ ഉണ്ടോ? അല്ല. എത്ര അനുഗ്രഹീതരാണ് നമ്മൾ, നിർഭയരാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ മടങ്ങിച്ചെന്നാൽ നമ്മുടെ കുടുംബവും മക്കളും വീടും അവിടെ ഉണ്ട് എന്ന് ഉറപ്പാണ്. നമുക്ക് ഒരു പ്രശ്നവുമില്ല, വീട് തകർക്കപ്പെടുന്നില്ല, നമ്മുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നില്ല, തോക്കിനിരയാക്കുന്നില്ല. ഇങ്ങനെയുള്ള നിർഭയമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന നമ്മൾ പ്രാർത്ഥന അവരെക്കാൾ വർദ്ധിപ്പിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖകരമായ സമാധാനപൂർണമായ സുഭിക്ഷമായ കാലം വരുമ്പോൾ പ്രാർത്ഥന കുറക്കല്ല വേണ്ടത്. നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിന്റെ താഴ്മയും മനസ്സിന്റെ ആശയും മനസ്സിന്റെ പ്രതീക്ഷയുമാണ് പ്രാർത്ഥനയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി ഒരിക്കലും നിരാശയില്ലാതെയാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു, വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വ ലൈലത്തിൻ ദഅവ മുസ്തജാബ. ഓരോ മുസ്ലിമിനും റമളാനിന്റെ ഓരോ രാവിലും പകലിലും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട്.
നമ്മൾ നമ്മുടെ മനസ്സ് റബ്ബിന്റെ നേരെ തിരിക്കുക, അവന്റെ നേരെ നമ്മുടെ കൈകൾ ഉയരട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാം പറയാനുള്ളതെല്ലാം അവന്റെ മുമ്പിൽ നമ്മൾ പറയുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. അല്ലാഹുവിന് അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അവൻ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാ രാവുകളിലും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ദുആ പ്രാർത്ഥന നിരന്തരമായി നടത്തുക. നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ വഅസ്വാജിനാ വദുർരിയാത്തിനാ വഅഖാരിബിനാ മിനന്നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത്തൽ ഫിർദൗസൽ അഅലാ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ ഈ അവസാന വെള്ളിയാഴ്ച ജുമഅയിൽ പ്രത്യേകമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്താനുള്ളത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അതൊരിക്കലും ലഭിക്കാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരാകാൻ പാടില്ല നമ്മൾ. കാരണം അള്ളാഹുവിന്റെ പാപവിമുക്തി നമുക്ക് ലഭിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. ഒന്നാമതായി അള്ളാഹുവിന്റെ പാപമോചനമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അള്ളാഹു നമ്മെ അതിലേക്ക് ക്ഷണിക്കുകയാണ്, മഗ്ഫിറത്തിലേക്ക് വിളിക്കുകയാണ്. മഗ്ഫിറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, വിശ്വാസികളെ നിങ്ങൾ ധൃതിപ്പെട്ടു വരണം, നിങ്ങൾ ധൃതിപ്പെട്ട് മത്സരിച്ചു വരണം. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, പാപവിമുക്തിയിലേക്ക്, അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറത്തി ബിഇദ്നിഹി. അള്ളാഹു അവന്റെ പാപമോചനത്തിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും നമ്മളെ ക്ഷണിക്കുകയാണ്. അതാണ് നമുക്ക് അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളലാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവന്റെ അനുഗ്രഹത്തെയും അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുമെന്ന് അവൻ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ദുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസ്. ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, അവരുടെ കുറ്റങ്ങൾ, അവരുടെ അധർമ്മങ്ങൾ, അതിനെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനം നൽകുക എന്നുള്ളത് ഉറപ്പാണ്. അവർ ഏത് ദുൽമു ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ, അവർ അനുദപിച്ച് മടങ്ങുകയാണെങ്കിൽ, അവനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പാപമോചനം നൽകും. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും മാത്രം നൽകുന്നവനല്ല. നിങ്ങൾ ഇതിനൊന്നും ഒരുമ്പെടുന്നില്ലെങ്കിലോ തീർച്ചയായും അതികഠിനമായ ശിക്ഷ നടപ്പിലാക്കുന്നവനുമാണ് അല്ലാഹു. പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളെ വിവരമറിയിക്കണം, ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാമയനാണ്, ദയാപരനാണ്. അതേപോലെ തന്നെ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷയാണെങ്കിലോ, ജനങ്ങൾ അല്ലാഹുവിലേക്ക് അനുദപിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി വന്നില്ല എങ്കിൽ എന്റെ ശിക്ഷ അത് കഠോരമായ ശിക്ഷയാണ് എന്നും അവരെ അറിയിക്കുക എന്നാണ്. വിശ്വാസികളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിടത്ത് നമുക്ക് കാണാൻ കഴിയും. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അവർ വല്ല നീചവൃത്തിയും ചെയ്യുകയാണെങ്കിൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തുകൊണ്ട് സ്വന്തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ, ദക്കറുല്ലാഹ്, അള്ളാഹിനെ മറക്കൂല. അവർ തെറ്റുപറ്റിപ്പോയാൽ പടച്ചോനെ ഓർക്കും, അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഒരിക്കലും വലം യുസിറു അലാ മാ ഫഅലു, തെറ്റുകളിൽ ബോധപൂർവം ഉറച്ചു നിൽക്കുന്നവരല്ല,
അള്ളാഹുവിന്റെ അടിമകൾ, വിശ്വാസികൾ. നേരെ മറിച്ച് അവർ എന്ത് ചെയ്യും? ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, തങ്ങളുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനോട് പൊറുക്കലിനെ തേടും. അള്ളാഹ് പറയുകയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നവനായിട്ടുള്ളത് എന്നാണ്. പഠിച്ചോനല്ലാതെ ആർക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയും? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകാൻ പാടില്ല എന്നാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ധാരാളമായി ചെയ്ത് പാപത്തിന്റെ കൂമ്പാരങ്ങളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരാണെങ്കിലും അങ്ങനെയുള്ള മനുഷ്യരെ, അടിമകളെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിശ്ചയമായും നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുത്തു തരുന്നവനാണ് അല്ലാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും തൻ്റെ അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്നാണ്. അതിനാൽ സഹോദരങ്ങളെ, റമളാനിന്റെ ഈ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്ത് അത് പറഞ്ഞ് അള്ളാഹുവിനോട് മാപ്പിന്നിരുന്നുകൊണ്ട് വബ്കി അലാ ഖതീഅതിക് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിന്റെ പാപത്തെ ഓർത്ത് നീ കരയൂ മനുഷ്യ, നിന്റെ പാപത്തെ ഓർത്ത് നീ കരയൂ. നിന്റെ പാപങ്ങൾ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനോട് അനുദപിച്ച് തൗബ ചെയ്ത് മടങ്ങൂ. അവൻ നിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അടിമ അവനോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫു, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ എല്ലാം വിട്ടുവീഴ്ച നൽകുന്നവനാണ് റബ്ബേ. മാത്രമല്ല, മാപ്പ് നൽകുക എന്നുള്ളത് നിനക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യം കൂടിയാണ്. അതിനാൽ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെ, കുറ്റങ്ങളെ, എൻ്റെ അബദ്ധങ്ങളെ റഹ്മാനെ നീ എനിക്ക് മാപ്പാക്കി തരണമേ എന്ന് പറയുകയാണ്. അഫു എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, വർദ്ധനവ് എന്നാണ്. നീ എനിക്ക് മാപ്പ് നൽകുന്നതിൽ വർദ്ധനവ് കാണിക്കണമേ എന്നതാണ്. മാത്രവുമല്ല, നിന്റെ സാധുവായ അടിമ നിന്നോട് മാപ്പിരന്ന് വന്ന് ഞാൻ എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്താൽ നീ ആ പ്രതിഫലത്തിൽ കൂടി എനിക്ക് വർദ്ധനവ് നൽകണമേ റബ്ബേ എന്ന് അത്ര ആശയവ്യാപ്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് അനുദപിച്ചു മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അല്ലയോ സത്യവിശ്വാസികളെ, എല്ലാവരെയും വിളിച്ചാണ് ഇത് പറയുന്നത്. ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഇത് കേൾക്കുന്നവരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബാ കിറാം റളിയല്ലാഹു അൻഹുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പ്രമുഖരായ എല്ലാവരെയും വിളിച്ച് സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. എങ്ങനെയുള്ള തൗബയാകണമെന്നോ? തൗബത്തൻ നസൂഹ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ല പാളിച്ചകളും വന്നു പോകാതിരിക്കാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്ന ആ അവസരത്തിൽ അദ്ദേഹം പാടിയ ഈരടികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇലാഹി അലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി
ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഇതാരാണ് പാടുന്നത്? ഇതാരാണ് പറയുന്നത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈയായി, പ്രവാചകന്റെ നിഴലായി കൂടെയുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെയും അള്ളാഹുവിന്റെയും ആഹ്വാനം, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ഓർത്തു പോവുകയാണ്, എന്റെ ഇലാഹേ, എന്റെ റബ്ബേ, എനിക്ക് ജന്നാത്തുൽ ഫിർദൗസിന് അർഹനാകാനുള്ള അവസ്ഥ ഉണ്ടാവുകയില്ലേ എന്ന് അദ്ദേഹം പറയുകയാണ്. അലസ്തു ലിൽ ഫിർദൗസി അഹ്ല, എന്നെ നരകത്തിൽ ഇട്ട് ശിക്ഷിക്കരുതേ റബ്ബേ. വല അഖ്വാ അലാ നാരിൽ ജഹീമി, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ ആ ശിക്ഷ അത് ഏൽക്കാനോ അത് സഹിക്കാനോ എൻ്റെ ശരീരത്തിന് താങ്ങാനാവില്ല, അതെനിക്ക് കഴിവില്ല റബ്ബേ. അതിനാൽ ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി, എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വതൂബു ഇലല്ലാഹി ജമീഅൻ, ആരും അതിൽ നിന്നൊഴിവല്ല. വിശ്വാസികളെ ഒന്നടങ്കം നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. ഈ പ്രാർത്ഥന അള്ളാഹു കേൾക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന, സന്നദ്ധനായി നിൽക്കുന്ന സമയമാണ്. അനുഗ്രഹീതമായ റമദാനിന്റെ ഇതുപോലെയുള്ള അനുഗ്രഹീത സമയങ്ങൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിശ്വാസികളെ, നിങ്ങൾക്ക് വിജയം വരിക്കണമെങ്കിൽ ഈ പാപവിമുക്തി നിങ്ങൾ നേടേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ എന്നാണ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട് എന്നാണ്. 100 തവണയൊക്കെ അള്ളാഹിനോട് തൗബ ചോദിക്കാൻ ഇത്ര അധികം സമയം വേണോ? ഇതാരാണ് ചോദിക്കുന്നത് നോക്കൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട മഅസൂമായ, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനായിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയാണ് ഈ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ, മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് അക്സറ മിൻ 100 മറ, 100-ലധികം തവണ എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാൻ എത്ര നേരം വേണം? അത് എത്ര ആവർത്തിച്ച് നമുക്ക് പറയാം? അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അല്ലാഹുവിനോട് ഞാനിതാ പൊറുക്കലിനെ തേടുന്നു, അല്ലാഹുവേ പൊറുത്തു തരണമേ, ഞാൻ നിന്നിലേക്ക് ഇതാ തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കുകയാണെങ്കിൽ ദുനിയാവിലും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരും. പരലോകത്ത് ഇതുണ്ടെങ്കിലേ സ്വർഗമുള്ളൂ. മഗ്ഫിറത്തും മർഹമത്തും കിട്ടിയാലേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതിയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. ദുനിയാവിൽ എന്തൊക്കെയുണ്ട്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഞെരുക്കം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസം, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മഖ്റജ് വേണോ, ഒരു എക്സിറ്റ്, അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി അല്ലാഹു നിങ്ങളുടെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നിങ്ങൾക്ക് ഒരുക്കി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, നിങ്ങളുടെ എല്ലാ മനോവ്യതകൾക്കും, നിങ്ങളുടെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും, എത്ര സ്വകാര്യ ദുഃഖങ്ങൾ പേറി നമുക്കിടയിലൂടെ കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾ ഉണ്ടെന്നോ, നമ്മളെ കണ്ടാൽ ചിരിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവരുടെ ഉള്ളിലെ ദുഃഖങ്ങൾ, അവരുടെ സ്വകാര്യ സങ്കടങ്ങൾ മറ്റാരോടും പറയാതെ ഒതുക്കി വെച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകൾ ആരോട് പറയും? അവന്റെ റബ്ബിനോട് പറയും. ആ റബ്ബിനോട് പറഞ്ഞ് ഇസ്തിഗ്ഫാറിനിരുന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ റബ്ബ് അവന്റെ മനോദുഃഖങ്ങളെ നീ ഇല്ലാതാക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുമെന്നാണ്. ഇസ്തിഗ്ഫാറിന്റെ കാര്യങ്ങളായിക്കൊണ്ട്, അതിന്റെ ഗുണഗണങ്ങളായിക്കൊണ്ടാണ് ഖുർആൻ ഇതൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നത്. ഖുർആൻ പറയുന്നത് നോക്കൂ, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന ഏറ്റവും നല്ല വിഭവം എന്താണ് എന്ന് ഖുർആൻ സൂറ
അൻ-നിസായിലെ 157-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ ഖൈറും മിമ്മാ യജ്മഊൻ. അധികം മനുഷ്യന്മാരും ഇത് അറിയാതെ പോവുകയാണല്ലോ. ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടുന്ന, അവർ ശേഖരിച്ചു വെക്കുന്ന വിഭവങ്ങളിൽ അവർക്ക് ഏറ്റവും ഗുണകരമായതും നന്മ നിറഞ്ഞതും എന്താണ്? ലമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പാപവിമുക്തിയും പാപമോചനവുമാണ്. വറഹ്മ, അവന്റെ അരികിൽ നിന്നുള്ള കാരുണ്യവുമാണ് എന്നാണ്. ഈ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും, നമ്മൾ പ്രയത്നിക്കേണ്ടതും, നമ്മൾ പ്രവർത്തിക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ആരാധനാകർമ്മങ്ങളിലൂടെ, നമ്മൾ ചെയ്ത സുഹൃതങ്ങളിലൂടെ ഈ ദുനിയാവിലും പരലോകത്തും രക്ഷ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ചേർത്ത് വെച്ചുകൊണ്ട് അവനെ പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിച്ചു, നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചു, നമ്മുടെ സക്കാത്തിലൂടെ നമ്മുടെ സമ്പത്തിനെ നമ്മൾ ശുദ്ധീകരിച്ചു. എന്നാലും ഈ ആരാധനാകർമ്മങ്ങളിലൊക്കെ പോരായ്മകൾ ഉണ്ടാകും. നോമ്പിൻ്റെതായ പോരായ്മകളും പരിക്കുകളുമൊക്കെ പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് അവസാനത്തെ ഒരു മിനുക്ക് പണി എന്ന നിലക്ക് ഈ റമളാനിൽ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹ്റത്തൽ ലിസായിം മിനൽ ലഗ്വി വറഫസി വതുഅമത്തൽ ലിൽ മസാക്കീൻ. അതിൻ്റെ ഉദ്ദേശം റസൂൽ ഈ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. സക്കാത്തുൽ ഫിത്ർ എന്തിനു വേണ്ടിയാണ്? നോമ്പുകാലത്തുള്ള അവൻ്റെ അനാവശ്യമായി പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങൾ, തെറ്റുകൾ, അതേപോലെ തന്നെ അതിരുവിട്ടു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വതുഅമത്തൽ മസാക്കീൻ, പാവങ്ങൾക്കൊരു ഭക്ഷണ വിഭവം എന്ന നിലക്ക് നിങ്ങളെല്ലാവരും സക്കാത്തുൽ ഫിത്ർ കൊടുക്കണമെന്നാണ്. ഇതെല്ലാവർക്കും നിർബന്ധമാക്കി ബാധ്യതയായി റസൂലുള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിലെ ഓരോ അംഗത്തിനുമാണ് ശരിക്കും ഈ സക്കാത്ത് നമ്മൾ നൽകേണ്ടത്. നമ്മുടെ വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്ക്, ഏറ്റവും ചെറിയ കുട്ടി വരെ, അത് എണ്ണമാണ് അവിടെ നോക്കേണ്ടത്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിഹിതം അത് നൽകേണ്ടതോ ഒരംഗത്തിന് 1 സാ എന്നാണ്. 1 സാ എന്നതിൻ്റെ മെട്രിക് രൂപം ഇപ്പോൾ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് 2 കിലോയിൽ കുറച്ചധികം വരുന്ന ധാന്യം ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരമാണ്. നമ്മളത് അരിയാണ് കൊടുക്കുന്നത്. മിക്കവാറും എല്ലാ നാടുകളിലും സക്കാത്തുൽ ഫിത്ർ നൽകുന്നത് അരിയാണ്. ഒരു 2-2.25 കിലോ ഒരാൾക്ക് കണക്കാക്കി. ഇത് കൊടുക്കേണ്ടത് വ്യക്തിഗതമായി ഓരോരുത്തരിങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന രീതിയല്ല, സക്കാത്തിൻ്റെ രീതി തന്നെയാണ്. സംഘടിതമായി ശേഖരിക്കുകയും സംഘടിതമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണ് സക്കാത്തുൽ ഫിത്റിനും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പരിശീലിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. നമ്മുടെ നാട്ടിലും അത് നടന്നു പോകുന്നുണ്ട്. എന്നാലും റസൂലിന്റെ കാലത്തെ രീതിയിൽ സക്കാത്ത് സംവിധാനം തന്നെ വന്നിട്ടില്ല. അതേ വീഴ്ചകളൊക്കെ സക്കാത്തുൽ ഫിത്റിന്റെ കാര്യത്തിലും നമുക്കുണ്ടാകും. സക്കാത്ത് ഏതൊക്കെ വകുപ്പിലേക്കാണോ നമ്മൾ ചെലവഴിക്കുന്നത്, 8 അവകാശികൾ ശരിക്ക് സക്കാത്തിനുണ്ട്. സക്കാത്തുൽ ഫിത്റും ഈ വകുപ്പുകളിലൊക്കെ ശേഖരിച്ച ഈ ധാന്യങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന്
ആ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ല തൻ്റെ അൽ ഉമ്മ എന്ന ഫിഖ് ഗ്രന്ഥത്തിൽ വരെ ഈ കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇത് ABC എന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥക്ക് ഒരു മാറ്റം വരണം. A എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കാർ, B എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൊടുത്ത ആൾക്കാർ തന്നെ വാങ്ങുന്നുണ്ട്, C എന്ന് പറഞ്ഞാലോ വാങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതൊക്കെ ശരിക്ക് ഇസ്ലാം എന്താണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് ഇതിനൊക്കെ നമ്മൾ മാറ്റണം. പുതിയ സംഗതി കൊണ്ടുവരില്ല. റസൂലിന്റെ കാലത്ത് ഇസ്ലാമിലുള്ള സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ സക്കാത്തുൽ ഫിത്ർ കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. സക്കാത്ത് സംഭരണ വിതരണം ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പൊ ഈ ഇടവണ്ണ മഹലിനെ തന്നെ എടുക്കുകയാണെങ്കിൽ പിന്നെ മഹല്ലുകൾക്ക്, അടുത്ത അയൽ മഹല്ലുകൾക്കൊക്കെ കൊടുക്കാൻ മാത്രം ഇവിടെമ്പാടും സക്കാത്ത് ഉണ്ടാകും. നമ്മൾ അങ്ങനെ വരണമെന്നാണ്. ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഫിത്രരി ഇങ്ങനെ എല്ലായിടത്തും വിതരണം ചെയ്യും. ആളുകൾ, നമ്മൾ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്നതിൻ്റെ ഇടയിൽ അയലോക്കത്തിൽ അമുസ്ലിം ഉണ്ടെങ്കിൽ അവിടെയും കൊടുക്കുന്നതിന് വിരോധമല്ല. അമുസ്ലിങ്ങൾക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന് വിരോധമല്ല. അവർക്ക് ഉദിയത്തിന്റെ ഇറച്ചി കൊടുക്കുന്നതിന് വിരോധമല്ല. അവർക്ക് കൊടുക്കണം എന്നാ ശരിക്കും പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതിനൊക്കെ പ്രമാണങ്ങളിൽ തെളിവുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, അതുപോലെയുള്ള ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വരെ ഷറഹുൽ മുഹദ്ദബിലെ 6-ാം വാള്യത്തിൽ 142-ാമത്തെ പേജിൽ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ ഇത് കൊടുക്കാം? അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് ഫിത്ർ കൊടുക്കാം. അതിൻ്റെ സംഭരണ വിതരണ തൊഴിലാളികളായി അമുസ്ലിങ്ങളെ സ്വീകരിക്കാം. അപ്പോൾ അവർക്കൊക്കെ അതിനൊക്കെ ഒരു പ്രോത്സാഹനമാകും. സക്കാത്തിൻ്റെ അരി പിരിച്ചെടുക്കുക പോലെ നിയമിക്കുക, വിതരണം ചെയ്യാൻ പോലെ കൂട്ടുക. നോക്കൂ നിങ്ങൾ, ജൂത ക്രിസ്തീയ പുരോഹിതന്മാർക്ക് വരെ ഈ സക്കാത്തുൽ ഫിത്റിനെ അവരിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ കൊടുത്തിരുന്നു എന്ന് ഫിഖിന്റെ ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ്. പിന്നെ അവസാനമായി നമുക്കറിയാം, ഈദുൽ ഫിത്ർ, ഈ പരിശുദ്ധ റമദാനിന്റെ പരിസമാപ്തി കുറിച്ചു കൊണ്ട് കടന്നു വരുന്ന നമ്മുടെ സന്തോഷ സുദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് 2 പെരുന്നാളുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. ഇത് വലി തുക്മിലുൽ ഇദ്ദത വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ സന്മാർഗത്തിന്റെ വെളിച്ചം, ഈ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിന്റെ കരുത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ തളരാതെ നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ഈമാനും തഖ്വയും നമ്മുടെ ഈ സന്മാർഗ ദർശനവും ഇസ്ലാമിന്റെ ഇസ്സത്തുമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നതിൻ്റെ പേരിൽ 1 മാസകാലം നിങ്ങളുടെ ഉപാസനക്കും ഉപവാസത്തിനും സന്തോഷമായി നിങ്ങൾക്കിതാ വലി തുക്കബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യാൻ വേണ്ടി തക്ബീറുകൾ മുഴക്കി സന്തോഷത്തിൽ നിങ്ങൾ പങ്കാളികളാവുക. നമ്മുടെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും സുഖത്തിലും ദുഃഖത്തിലും കണ്ണീരിലും പുഞ്ചിരിയിലും നമുക്ക് ഓർക്കാനുള്ളത് നമുക്ക് അള്ളാഹുവിനെ മാത്രമാണ്. എന്നാൽ പെരുന്നാളിന്റെ, ചെറിയ പെരുന്നാളിന്റെ തക്ബീർ ചന്ദ്രക്കല കണ്ടത് മുതൽ അല്ലെങ്കിൽ റമദാൻ പൂർത്തിയായത് മുതൽ രാവ് മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയാണ് ചെറിയ പെരുന്നാൾക്ക് നമ്മൾ തക്ബീർ മുഴക്കേണ്ടത്. തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുക. അതേപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക്, മുസല്ലകളിലേക്ക് നിങ്ങൾ കൂട്ടത്തോടുകൂടി തക്ബീർ മുഴക്കിക്കൊണ്ട് പോകണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെരുന്നാളിന് പോകുമ്പോൾ നമ്മൾ ഇതുവരെ സുബഹി നിസ്കരിച്ചാൽ ഒന്നും കഴിക്കാതെയാണ് 1 മാസകാലം ശീലിച്ചത്. അതിൽ നിന്നൊരു വ്യത്യാസമായി നിങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകുക. ഏറ്റവും ചുരുങ്ങിയതൊരു ഈത്തപ്പഴം, കുറച്ച് ഈത്തപ്പഴവും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു തന്നെ പോകുന്നത് സുന്നത്താണ്. അതേപോലെ തന്നെ നല്ല പുത്തൻ ഉടുപ്പുകൾ ഉടുത്ത് കുളിച്ചൊരുങ്ങി, പെരുന്നാളിന്റെ കുളി സുന്നത്താണ്, ജുമാന്റെ പോലെ തന്നെ. അതേപോലെ തന്നെ പുത്തൻ ഉടുപ്പുകൾ ഉടുത്ത് സുഗന്ധങ്ങൾ പൂശി, അതൊക്കെ സുന്നത്തായ കാര്യം. അതിനൊക്കെ പഠിച്ചോ നമുക്ക് പ്രതിഫലം നൽകുകയാണ്. ആളുകളോട് സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും ആഘോഷ സുദിനമാണ് പെരുന്നാൾ എന്ന നിലക്ക് ആരോടും ഒരു വെറുപ്പും മനസ്സിലില്ലാതെ പരസ്പരം ആലിംഗനം ചെയ്തും കെട്ടിപ്പിടിച്ചും ഹസ്തദാനം നൽകിയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പുതുക്കിയും ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ട പെരുന്നാളിനെ കുറിച്ചാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് രാവിലെ 7 മണിക്ക് സീതി ഹാജി സ്റ്റേഡിയത്തിലായിരിക്കും. അതിലെല്ലാവരും പങ്കെടുക്കാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. അതേപോലെ തന്നെ ഈ അവസാനത്തെ സമയത്ത്
ജുമഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ടെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ഈ ജുമുഅ വേളയിൽ നമുക്ക് നിഷ്കളങ്കമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾക്കറിയുന്നതുമുണ്ട്, അറിയാത്തതുമുണ്ട്, ഞങ്ങൾ മറന്നുപോയതുമുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബേ, അതെല്ലാം നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും സൗഖ്യവും നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് രാവിലെ പോലും പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും നാഥാ ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ, ഗസയിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ. തുല്യതയില്ലാത്ത കഷ്ടാരിഷ്ടതകളിലൂടെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകണമേ, അതിൽ നിന്ന് രക്ഷ നൽകണമേ, അതിൽ നിന്ന് എല്ലാവിധ സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين يا أرحم الراحمين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم يا من لا يحتاج إلى البيان والتفسير قم بنا رؤوفا رحيما. قم بنا جميعا رؤوفا رحيما. قم بنا رؤوفا رحيما. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا وأقاربنا من النار. اللهم أدخلنا الجنة الفردوس الأعلى يا رب العالمين. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.